ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 7ാം ക്ലാസ്സിൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള എക്സാം എഴുതാനുണ്ട് അല്ലേ. USS എക്സാം ആണ്. നമ്മൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മിസ് വിചാരിക്കുന്നു. ബേസിക് സയൻസിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ടുവേർഡ്സ് എ 100-fold yield എന്ന് പറയുന്നത്. നമ്മുടെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ USSനും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്രധാനമായിട്ടും വിവിധ തരത്തിലുള്ള കൃഷിരീതികളെക്കുറിച്ചും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ പാഠഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഹൈബ്രിഡൈസേഷൻ അല്ലാത്ത ഒരുപാട് ചോദ്യങ്ങളും ഇതിൽ നിന്ന് വരാറുണ്ട്. എന്നിരുന്നാലും ഹൈബ്രിഡ് സീഡ്സുകളെ കുറിച്ചും ഹൈബ്രിഡൈസേഷനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഈ ഒരു പാഠഭാഗത്തിലെ വളരെ കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ നമ്മുടെ ആപ്പിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അല്ലെ, നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഇന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തരാം. അപ്പൊ നമുക്ക് വർഗ്ഗസങ്കരണം ഹൈബ്രിഡൈസേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കൃഷിരീതികളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നായിരിക്കും ഏറ്റവും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതായത് ബഡ്ഡിങ് ആയിക്കോട്ടെ, ഗ്ലെയറിംഗ് ആയിക്കോട്ടെ, ഗ്രാഫ്റ്റിംഗ് ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താണ്, പുതിയ ഒരു ചെടിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, പുതിയൊരു തൈച്ചെടിയാണ് കിട്ടുന്നത്. അതേസമയം ഹൈബ്രിഡൈസേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു ഹൈബ്രിഡ് സീഡ് ആയിരിക്കും. ഗുണമേന്മയുള്ള മികച്ച ഒരു വിത്തായിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ആ വിത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഗുണമേന്മയുള്ള ഒരു ചെടിയെ ഉണ്ടാക്കിയെടുക്കാം. നോക്കിക്കേ, ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതായ രണ്ട് ചെടികൾ തമ്മിൽ എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഥവാ കൃത്രിമ പരാഗണം. രണ്ടിനെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് സീഡ്സിന്റെ എക്സാമ്പിൾസ് കൃത്യമായി പഠിച്ചു വെച്ചോളൂ. ഹൈബ്രിഡ് സീഡ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ പഠിക്കണം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ എക്സാമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഉജ്ജ്വല, ജ്വാലാമുഖി നിരവധി പ്രാവശ്യം ചോദിച്ച രണ്ട് ഹൈബ്രിഡ് വിത്തുകളാണ്. ഏതിന്റെ ഹൈബ്രിഡ് വിത്താണ്? ഈ പറയുന്ന മുളകിന്റെ ഹൈബ്രിഡ് വിത്തുകളാണ് ഉജ്ജ്വലയും ജ്വാലാമുഖിയും. അതേസമയം ചന്ദ്രലക്ഷിയും ചന്ദ്രശങ്കരയും ചോദിച്ചിട്ടുണ്ട്. എന്തിൻ്റെതാണ്? കോക്കനട്ട് അല്ലെ, തേങ്ങയുടേതാണ്. സൽകീർത്തി, കിരൺ എന്ന് പറയുന്നത് വെണ്ടയുടെ, ലേഡീസ് ഫിംഗറിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. പിയുടെ ഹൈബ്രിഡ് വെറൈറ്റി ഏതൊക്കെയാ? ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. അപ്പൊ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ USSന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ ഒരു സർക്കിള് എത്ര പേര് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് മിസ്സിനൊരു ഡൗട്ട് ഉണ്ട്. കാരണം നിങ്ങളിത് ഒരു ചെറിയ സർക്കിൾ അല്ലേ, അതുകൊണ്ടാണ് പഠിക്കണ്ട എന്ന് വിചാരിച്ച് വിട്ട് കളയാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിരവധി പ്രാവശ്യം ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ഓരോന്നും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെടുത്ത് ചോദിക്കാം, നിങ്ങൾ പറയണം. പട്ടുനൂൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഇത് താഴെ പറയുന്നവയിൽ ഏതാണ്? സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, അതേപോലെ തന്നെ പിസിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നതിൽ പട്ടുനൂലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഏതാണ്. സെറികൾച്ചർ ആണ് പട്ടുനൂലുമായിട്ട് ബന്ധപ്പെട്ടത്. പുഷ്പകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പിക്കൾച്ചർ ആണ്. മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടത് ക്യൂണി കൾച്ചർ ആണ്. അതേപോലെ തന്നെ അല്ലെ മഷ്റൂം കൃഷി, ഇത് എന്താണ്, കൂണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, ഇംഗ്ലീഷ് പേര് തന്നെയാണ്, കൂൺ കൃഷിയാണ്. അതേപോലെ തന്നെ അല്ലെ മത്സ്യകൃഷിയാണ് നമ്മൾ പിസി കൾച്ചർ എന്ന് പറയുന്നത്. മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിസി കൾച്ചർ. അപ്പൊ ഇത് എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. ഈ ഒരു ടേബിളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പിക്ചറൈസേഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതെ പോകരുത്. കാരണം USS പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതിലെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു
കാര്യമാണ് ഗ്രീൻ റെവല്യൂഷൻ. ഇങ്ങനെ അധിക വായനയ്ക്കായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോവണ്ട. കാരണം എന്താണ്, USSന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ട ഒരു പേര് ഡോക്ടർ MS സ്വാമിനാഥൻ്റെതാണ്. അദ്ദേഹം ഒരു മലയാളി കൂടെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗ്രീൻ റെവല്യൂഷനിൽ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയ വിള ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉത്തരം ഗോതമ്പാണ്. വീറ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു വിള എന്ന് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ പോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം എന്ന് പറയുന്നത്. വൈറ്റ് റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ അതിന് മറ്റൊരു പേരായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ്, വൈറ്റ് റെവല്യൂഷൻ ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വൈറ്റ് റെവല്യൂഷൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. നിങ്ങൾ അമൂൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വർഗീസ് കുര്യനെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. അമൂലിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനമായിട്ട് പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. ഇദ്ദേഹവും മലയാളി തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ബ്രൗൺ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് നിങ്ങളോട് ഞാനിപ്പോൾ ചോദിക്കുകയാണ്. ആൻസർ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യണം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പൊ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? USS ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.